അത്യാവശ്യമായി ഒറ്റയടിക്ക് കുറച്ചധികം പണം ആവശ്യമായി വേണ്ട സാഹചര്യം വന്നാൽ എന്ത് ചെയ്യും? അപ്പോൾ പെട്ടെന്ന് ജോലി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് സങ്കല്പിക്കാം. സ്വാഭാവികമായിട്ടും അടുത്ത ജോലി ആകുന്നത് വരെ കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ചോദ്യം ബാക്കിയായി നിൽക്കും. സാധാരണക്കാരോടാണ് ഈ ചോദ്യത്തിനെല്ലാം ഒരു ഉത്തരവുമുണ്ട്. ആ ഉത്തരമാണ് എമർജൻസി ഫണ്ട് കയ്യിൽ കരുതിയിരിക്കണം എന്നുള്ളത്. ഇത്തരം സാഹചര്യങ്ങൾ മുന്നിൽ കണ്ട് നമ്മൾ മാറ്റിവെക്കുന്ന ഒരു തുകയാണ് എമർജൻസി ഫണ്ട് എന്നത്. നമ്മളിൽ ഭൂരിഭാഗം പേരും ഇല്ലാത്തതും പക്ഷെ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് എമർജൻസി ഫണ്ട് എന്നതും. നിങ്ങളുടെ മറ്റ് നിക്ഷേപങ്ങളെയോ സേവിങ്സ് അക്കൗണ്ടുകളിൽ കിടക്കുന്ന പണത്തെയോ ഒന്നും എമർജൻസി ഫണ്ടായി ഒരിക്കലും കണക്കാക്കാൻ കഴിയില്ല. ഉദാഹരണത്തിന്, നിങ്ങൾ നിക്ഷേപമായി സൂക്ഷിച്ചിരുന്ന പണം പെട്ടെന്നൊരു അത്യാവശ്യത്തിന് എടുക്കേണ്ട സാഹചര്യം വരുമ്പോൾ അതിന് വെയിറ്റിംഗ് പീരീഡ് പോലുള്ള പ്രതിസന്ധികൾ കാര്യമായി വരും. സേവ് ചെയ്തു വെച്ച പണമാണെങ്കിലോ അത് ഭാവിയിലേക്കുള്ള കരുതൽ തുകയായിരിക്കും. അതിലേക്ക് പണനിക്ഷേപം കൂട്ടിക്കൂട്ടി വരികയാണ് ശരിക്കും ചെയ്യേണ്ടത്. പക്ഷേ എമർജൻസി ഫണ്ട് ഇടയ്ക്കിടെ റീഫിൽ ചെയ്യേണ്ടി വരാം. അതിൻ്റെ അർത്ഥം എമർജൻസി ഫണ്ടിലെ മുഴുവൻ പണം ഏതെങ്കിലും സാഹചര്യത്തിൽ ഉപയോഗിച്ചുവെന്ന് വിചാരിക്കുക. നാളെ മുതൽ വീണ്ടും അതിലേക്ക് പണം സ്വരുക്കൂട്ടി തുടങ്ങേണ്ട സാഹചര്യം വരും. എമർജൻസി ഫണ്ടിനായി എപ്പോഴും ഒരു പ്രത്യേക ബാങ്ക് അക്കൗണ്ട് തന്നെ എടുക്കാവുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിലേക്ക് മറ്റ് ആവശ്യങ്ങൾക്കുള്ള പണം നിക്ഷേപിക്കുകയോ പണം ഇതിൽ നിന്ന് ഇടയ്ക്കിടെ പിൻവലിക്കുകയോ ഒരിക്കലും ചെയ്യരുത്. ഇതുകൂടാതെ തന്നെ അത്ര അത്യാവശ്യമല്ലാത്ത സന്ദർഭങ്ങളിലോ ഷോപ്പിംഗ് പോലുള്ള സാഹചര്യങ്ങളിലോ ഒന്നും എടുത്ത് ഉപയോഗിക്കുവാനും പാടില്ല. പതിയെ സ്വരുക്കൂട്ടി വെക്കുന്ന പണമാണ് എമർജൻസി ഫണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ മാസ വരുമാനത്തിനും ചെലവുകൾക്കും അനുസരിച്ച് ഒരു തുക എമർജൻസി ഫണ്ടായി കരുതി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഉദാഹരണത്തിന്, നിങ്ങളുടെ മാസ വരുമാനം 60,000 രൂപയാണെങ്കിൽ നിങ്ങളുടെ 2 മാസത്തെ ശമ്പളം മുതൽ 4 മാസത്തെ ശമ്പള തുക ഇതിനായി മാറ്റിവെക്കാവുന്നതാണ്. ഉദാഹരണത്തിന്, ഈ സന്ദർഭത്തിൽ ഒരു 1.2 ലക്ഷം രൂപ മുതൽ 2.4 ലക്ഷം രൂപ വരെ പറയാം. ഇതൊരിക്കലും വളരെ സിമ്പിൾ ആയിരിക്കില്ല. പക്ഷേ അവിചാരിതമായി നിങ്ങൾക്ക് വന്നേക്കാവുന്ന ഒരു വലിയ അപകടത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നത് ഈ തുകയാണെന്ന് ഒരിക്കലും മറക്കരുത്. ഓരോരുത്തർക്കും ഓരോ ജീവിത സാഹചര്യങ്ങളായിരിക്കും ഉള്ളതെന്നതും ഒരു യാഥാർത്ഥ്യമാണ്. കുറച്ച് കഷ്ടപ്പെട്ടിട്ടായാലും ഈ തുക മാറ്റിവെക്കുന്ന രീതിയിലേക്ക് എത്താൻ കൂടുതൽ ശ്രമിക്കുക. ഒരു എമർജൻസി ഫണ്ട് തുടങ്ങുന്നതിന് മുമ്പ് എത്ര തുകയാണ് നിങ്ങൾ സേവ് ചെയ്ത് തുടങ്ങുന്നതെന്ന് സംബന്ധിച്ച് ഒരു പ്ലാൻ ആദ്യം തയ്യാറാക്കണം. പിന്നീട് ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെക്കുകയും വേണം. ഈ ഗോൾ വളരെ സീരിയസ് ആക്കി എടുത്ത് വേണം പിന്നീടുള്ള സാമ്പത്തിക കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇനി ഓട്ടോമാറ്റിക് അക്കൗണ്ട് ട്രാൻസ്ഫർ താല്പര്യമില്ലെങ്കിൽ സ്വയമേ എല്ലാ മാസവും അക്കൗണ്ടിലേക്ക് ഇടാം. കൺസിസ്റ്റൻസി അഥവാ സ്ഥിരതയ്ക്ക് ഇവിടെ വലിയ റോളാണുള്ളത്. ചെറിയ കാരണങ്ങൾ വിചാരിച്ച് തുക ഒരിക്കലും മാറ്റാതിരിക്കരുത്. എമർജൻസി ഫണ്ടായി ഉപയോഗിക്കുന്ന അക്കൗണ്ടിലേക്ക് ATM കാർഡോ UPI അക്കൗണ്ട് എടുക്കാതിരിക്കുന്നതോ ആകാം വളരെ നല്ലത്. ഇത് അക്കൗണ്ടിൽ നിന്ന് ഇടയ്ക്കിടെ പണം പിൻവലിക്കാനുള്ള നിങ്ങളുടെ പ്രവണത ഒഴിവാക്കാൻ കൂടുതൽ സഹായിക്കും. എന്നാൽ നിങ്ങൾക്കൊരു അത്യാവശ്യം വരുന്ന ഘട്ടത്തിൽ പെട്ടെന്ന് എടുക്കാൻ കഴിയുന്ന തരത്തിൽ പണം ആക്സസബിൾ ആണ് ഫണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം. നിങ്ങൾക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്ത ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു കൈത്താങ്ങാകുവാൻ എമർജൻസി ഫണ്ടുകൾക്ക് കഴിയുന്നതാണ്. ഫിനാൻഷ്യൽ പ്ലാനിംഗ് നടത്തുമ്പോൾ എമർജൻസി ഫണ്ടിനെ പറ്റി ഒരിക്കലും മറക്കുകയും ചെയ്യരുത്. സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം.